ഹലോ അസ്സലാമു അലൈക്കും. നമ്മൾ കണ്ടിപ്പുട്ട് ഉണ്ടാക്കാൻ കേട്ടോ. അതിനും വേണ്ടി ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ കുറച്ച് കശുവണ്ടിയൊക്കെ പെറുക്കി കൊടുത്തിട്ടുണ്ട്. അത് ഞാനിതാ അടുപ്പിലിട്ട് ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല വിറക് കത്തിച്ച് ആ കണലിലിട്ടിട്ടാണ് ഞാൻ അതൊക്കെ ചുട്ടെടുത്തിരിക്കുന്നത്. നല്ല പാടാണ് കേട്ടോ അത് ഉണ്ടാക്കാൻ. അതൊക്കെ ഞാനിതാ മുട്ടിപ്പൊളിച്ച് പരിപ്പ് എടുത്തിട്ടോ. നല്ല ബുദ്ധിമുട്ടാട്ടോ ഇത് മുട്ടിപ്പൊളിച്ച് പരിപ്പൊക്കെ എടുക്കാൻ. കൈയൊക്കെ പൊള്ളിയിട്ടുണ്ട്. അതിനൊരു എണ്ണ ഉണ്ടല്ലോ, എണ്ണ തട്ടി കൈയൊക്കെ പൊള്ളി. പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് അരി വറുത്തതാണ്. അപ്പോൾ ഞാനിതാ കുറച്ച് അരി നല്ലോണം വറുത്തതാ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അതൊരു മിക്സിയിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ. അപ്പോൾ ഈ അരി വറുത്തതൊരു മിക്സിയിൽ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ശർക്കരയാണ് വേണ്ടത്. ഞാൻ ശർക്കര പൊടിച്ചെടുത്തതാണ് ഇത് കേട്ടോ. വലിയ കഷ്ണങ്ങളല്ലേ, അപ്പം ഞാനത് പൊടിച്ചതാക്കിയിട്ടാണ് മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി വേണ്ടത് നമുക്ക് തേങ്ങയാണ്. തേങ്ങ ഞാൻ ഉണങ്ങിയ തേങ്ങയാണ് എടുത്തിക്കണേ. വെള്ളമുള്ള തേങ്ങയല്ല, വെള്ളം വറ്റിയ തേങ്ങയാണ്. അത് 2 തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. വെള്ളം വറ്റിയ തേങ്ങ നല്ലോണം വേണം കേട്ടോ, എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതും കൂടി ഞാനിതാ മിക്സിയുടെ ജാർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതാ പരിപ്പുണ്ടല്ലോ, അണ്ടിപ്പരിപ്പ്, ആ പരിപ്പും കൂടെ ആക്കി ഇട്ട് കൊടുത്തു. നല്ലോണം പൊടിച്ച് കൊടുന്നതാ. ഇനി ഇങ്ങനെ ഓരോ ഉരുളയാക്കി എടുക്കണം കേട്ടോ. ഇത് കുറച്ച് നനവ് കുറവാണ്. എന്താ പച്ചത്തേങ്ങ അല്ലല്ലോ, പച്ചത്തേങ്ങയാണെങ്കിൽ ഇതിൻ്റെ വെള്ള നനവ് ഉണ്ടാവും. ഉണങ്ങിയ തേങ്ങ ആയതുകൊണ്ട് കുറച്ചൊരു നനവ് കുറവുണ്ട്. ഒന്നും കുഴപ്പമില്ല കേട്ടോ. ഇതിങ്ങനെ ഉരുട്ടിയെടുക്കുക കേട്ടോ. ഇങ്ങനെ എല്ലാതും ഇങ്ങനെ ഉരുളയാക്കി എടുക്കണം. ഇങ്ങനെയാണ് കേട്ടോ അണ്ടിപ്പുട്ട് ഉണ്ടാക്കുക എൻ്റെ രീതിയിൽ കേട്ടോ. നിങ്ങളെങ്ങനെ ഉണ്ടാക്കലെന്ന് എനിക്കറിയില്ല. എള്ളുവാണെങ്കിലും കൂട്ടത്തിൽ കേട്ടോ, ഞാൻ എള്ളൊന്നും കൂട്ടിയിട്ടില്ല. അപ്പോൾ അതാ ഇങ്ങനെ എല്ലാതും ഉരുളയ്ക്ക് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ അത്. നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതല്ലേ, അതിന് പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുമല്ലോ, കടയിൽ നിന്ന് വാങ്ങണതല്ലല്ലോ. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.